ഇന്നലത്തെ ഇത് നിങ്ങളെല്ലാം കാണിച്ചല്ലോ, ലോകം മുഴുവൻ കണ്ടതല്ലേ. 638 പേരാണ് പങ്കെടുത്തത്. എൻ്റെ ഏറ്റവും രസകരമായൊരു പുതിയ തിയറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതൊരു യോഗത്തിന് ആൾ കുറഞ്ഞാലും ഒരു കാര്യം പറയാം. ഇപ്പോൾ ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ 5000 കസാല ഇട്ടിരുന്നു, അതുകൊണ്ടാണ് 1000 കസാല ഒഴിഞ്ഞു കിടന്നതെന്നാണ് പുതിയ തിയറി. അപ്പോൾ ഇനി ഏത് പരിപാടി പൊളിഞ്ഞാലും സംഘാടകർക്ക് പറയാം ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ കസാല ഇട്ടുകൊണ്ടാണ് ആളില്ലാത്തതെന്ന് പറയാം. ഇന്ന് ഗോവിന്ദൻ മാഷ് ആ മനോഭാവം ഞാൻ കാലത്ത് കണ്ടു. അതിനെ ചീറ്റപ്പുലിയെ പോലെ ഒന്ന് അമറുകയാണ്, ചീറി വരികയാണ് പത്രക്കാരുടെ നേരെ. നിങ്ങളാണ് ഈ കുഴപ്പങ്ങളുടെ മുഴുവൻ കാരണം എന്നാണ് പറയുന്നത്. 4800 പേര് പങ്കെടുത്തിട്ടുണ്ട്, അദ്ദേഹം പ്രഖ്യാപിച്ചു. അത് ഇന്നലെ ആ പരിസരത്ത് പോയിട്ടില്ല. അപ്പോൾ ഇന്നലത്തെ അയ്യപ്പ സംഗമം ചീറ്റിപ്പോയി, വിശ്വാസികൾ അതിനെ പരാജയപ്പെടുത്തി. കാരണം ഈ സർക്കാരിൽ അവർക്ക് വിശ്വാസമില്ല. ഹിന്ദു പുരാണത്തിൽ പറയുന്നൊരു കാര്യം, വിഭക്തിയേക്കാൾ അപകടമാണ് കപടഭക്തി എന്ന് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഭക്തജനങ്ങൾ ഇന്നലെ തെളിയിച്ചു. അല്ല, ഞാൻ പറഞ്ഞില്ലേ, വേണ്ടി വന്നാൽ മൂന്നാമത്തെ ടേം കിട്ടാൻ വേണ്ടി വന്നാൽ ഗുരുവായൂരിൽ ശയനപ്രതിഷ്ഠം വരെ പിണറായി നടത്തും. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ഒരുപാട് കപട അഭിനയങ്ങൾ നടക്കും, പക്ഷേ ജനം തിരിച്ച് അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയും, ഇന്നലെ അവിടെ വിളിച്ച സമുദായ നേതാക്കളുടെ അണികൾ തന്നെ പങ്കെടുത്തിരുന്നെങ്കിൽ ഇന്നലെ 1,00,000 പേര് വന്നേനെ. പക്ഷേ എന്തുകൊണ്ടാണ് അവർക്കും ഉള്ളിൽ ഇതിനോട് താല്പര്യമില്ല. പിന്നെ നേരിട്ടൊന്ന് ക്ഷണിച്ചതുകൊണ്ട് പോയിന്ന് മാത്രം. പക്ഷേ മാത്രമല്ല, അയ്യപ്പന് ഒരു പുതിയ 2 കാര്യങ്ങൾ പറഞ്ഞു ഇന്നലെ പിണറായി. ഇത് മതാധിഷ്ഠിതമായൊരു കേന്ദ്രമാണ്. ശബരിമല ക്ഷേത്രമാണ് ഹിന്ദുക്കളുടെ, പക്ഷേ മറ്റ് സമുദായങ്ങളെ കൂടെ ഉൾക്കൊള്ളുന്നൊരു ക്ഷേത്രമാണ്. അതിനെ മറ്റെന്തെങ്കിലും സാംസ്കാരിക നിലയാക്കി മാറ്റാൻ പറ്റില്ല. അത് ഹിന്ദുമത വിശ്വാസമനുസരിച്ച് ആചാരമനുഷ്ഠിച്ച് പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ്. പക്ഷേ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത മറ്റ് ആർക്കും, വിശ്വാസമുള്ള ആർക്കും പ്രവേശിക്കാം. ഇപ്പോൾ സ്ത്രീകൾക്ക് തന്നെ, യുവതികൾക്ക് മാത്രമേ പ്രവേശനം ഇല്ലാണ്ടുള്ളൂ. കാരണം നൈഷ്ഠിക ബ്രഹ്മചാര്യമാണ് ആ പ്രതിഷ്ഠയ്ക്കുള്ളത്. അത് ശബരിമലയുടെ മാത്രം പ്രത്യേകതയാണ്. മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങൾക്ക് അതില്ല. അതുകൊണ്ടാണ് മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങൾ എല്ലാവർക്കും പോകാം. പക്ഷേ ഇവിടെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും 60 വയസ്സിന് മേലെയുള്ള സ്ത്രീകൾക്കും ജാതി മത വ്യത്യാസമില്ലാതെ പങ്കെടുക്കാവുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല. അപ്പം അതിനെ ഒരു മതാധിഷ്ഠിത കേന്ദ്രമാക്കി മാറ്റുക. ഞാൻ നാളെ ചിലപ്പോൾ അതിനെ മതാധിഷ്ഠിത പഠന കേന്ദ്രമാക്കിയാൽ അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നലത്തെ സംഗമം ഒരു നല്ല സൂചനയാണ്. അവിശ്വാസികളായിട്ടുള്ള ആളുകൾ വിശ്വാസം നടിച്ചാൽ അത് ദൈവം പോലും അംഗീകരിക്കില്ല എന്ന് ഇന്നലെ തെളിഞ്ഞിരിക്കുക. മാത്രമല്ല, അയ്യപ്പൻ്റെ ഒരു മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിലുള്ള ചിത്രമാണ് ഇന്നലെ കണ്ടത്. ഇനി അയ്യപ്പനെ കൊണ്ട് ഇൻകിലാബ് സിന്ദാബാദ്, സ്വാമി അയ്യപ്പൻ സിന്ദാബാദ് എന്ന് വിളിക്കുമെന്ന് എനിക്കറിയില്ല.